വീട്ടിൽ വെറുതെ ചോദ്യം കുത്തിയിരിക്കുമ്പോഴാണ് തോന്നിയത് എന്നാൽ പിന്നെ ഇന്നൊരു വീഡിയോ എടുക്കാം. അപ്പോഴാണ് ആ ഒരു തുണിയില്ലാത്ത സ്ഥിതി ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ ഒന്നല്ല, നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് കണ്ടന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ കണ്ടന്റ് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സാധനം നമ്മൾ കാണുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, പിന്നെ ഇന്നത്തെ കണ്ടന്റ് ഇത് തന്നെ. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് ബേക്ക് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് കുക്കറിന്റെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി ആദ്യം കുക്കർ എടുക്കാൻ പോകും. നമ്മൾ കുക്കർ എടുത്തിട്ട് വരുമ്പോഴാണ് നമ്മൾ ഇയാളിവിടെ കണ്ടത്. പിന്നെ ഇയാളെ നമ്മൾ അധികം ബുദ്ധിമുട്ടിപ്പിച്ചൊന്നുമില്ല. നമ്മൾ നേരെ നമ്മുടെ പാട്ടിന് പോയി. അപ്പോഴാണ് ഞാനെടുത്ത കുക്കർ ചെറുതായിട്ട് വലുതായ എന്നൊരു സംശയമൊന്നല്ല. ഞാൻ അടുത്ത കുക്കർ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ണുണ്ട്. ഞാൻ അടുത്ത സ്റ്റെപ്പാണ് ഈ ഒരു ചോളത്തിന്റെ തൊലിയും കാലത്ത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഒരു കെട്ടത് ഞാൻ കടിച്ചാണ് വേറൊന്നല്ല. അങ്ങനെ ഇതിന്റെ തോലിയും കാലത്ത് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചോള ഒരു 4-5 പീസാക്കി കുക്കറിലേക്ക് ഇടണം. ഇനി അടുത്ത പാർട്ട് വെച്ചാൽ നമ്മൾ ഇനി ഇതിന് ആവശ്യത്തിലുള്ള വെള്ളം കലക്കത്തിൽ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ അത് മുങ്ങുന്ന രീതിയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ നോക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാലൊക്കെ ഇട്ട് കൊടുക്കുക. എന്നോട് ചെയ്യാൻ വേറെ പണിയോ കാര്യങ്ങളൊന്നുമില്ല. ഇനി ചെയ്യാനുള്ളതൊക്കെ ലാസ്റ്റാണ് ചെയ്യേണ്ടത്. ഇനി ഒരു നീണ്ട കാത്തിരിപ്പാണ്. ഇനി ഇതിന്റെ 4-5 വിസിൽ വരുന്നവരെ നമ്മൾ കാത്തിരിക്കണം. ഈ ഒരു ടൈമിൽ ഞാൻ എന്തായാലും വെറുതെ ഇരിക്കുന്നില്ല. നേരം പണിയെടുത്ത് വേസ്റ്റും കാലൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഉമ്മാര് ചട്ടോന്റെ ചൂടി മാറി. അങ്ങനെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എല്ലാத்தைയും തുറന്നാൽ പിന്നെ മുഖം കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നമ്മുടെ സാധനം നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിന്റെ ചൂട് പോയതിന്റെ ശേഷം ഇതൊക്കെ ജസ്റ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. അതിനുശേഷം വേണമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് പുളിപ്പൊക്കെ വേണമെങ്കിൽ കുറച്ച് സുറുക്കിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ ഇതിൽ കുറച്ച് ഒഴിച്ചു. അതിന്റെ ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമുക്കിത് കഴിക്കാവുന്നതാണ്. നിങ്ങളിത് കണ്ടുകൊണ്ടിരി. ഞാൻ ഇത് പോയി കഴിച്ചിട്ട് നല്ലൊരു വീഡിയോ വീണ്ടും വരാം. ഓക്കെ, ബൈ.